السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ സംഗമിക്കുന്നത്, പറയുന്നത്, കേൾക്കുന്നതൊക്കെയും സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇത്തരം സൽക്കർമ്മങ്ങൾ കാരണമായി അല്ലാഹു നമ്മുടെ കഴിഞ്ഞ കാലാവങ്ങളൊക്കെയും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും മരിക്കൽ ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് ഈമാനോടുകൂടെ മരിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മഹാന്മാരായ നമ്മുടെ ഉസ്താദുന്മാർ, നേതാക്കന്മാർ, നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ദീനിന്റെ പേരിൽ നമ്മോട് ബന്ധപ്പെട്ട, നമ്മെ സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ സ്വർഗീയ രാജ്യത്ത് അവരെ കണ്ടുമുട്ടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, കേൾക്കുന്നുണ്ടല്ലേ പറയണത്? കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, കട്ടൊന്നുമില്ലല്ലോ? ഇല്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, തുമ്മ അൽഹംദുലില്ലാഹ്. ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം മുന്നോട്ടു പോകുന്നത്. വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ടനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ ഒരിക്കലൂടെ സമാഗതമാകുകയാണ്. ലോക മുസ്ലിങ്ങളൊക്കെയും വിവിധ രൂപത്തിൽ, വിവിധ രീതിയിൽ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം, ജന്മമാസത്തിൽ വിവിധ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമും ചെറിയ രീതിയിൽ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, അവിടുത്തോടുള്ള ആദരവ്, ബഹുമാനം ഒരു ചെറിയ അളവിലെങ്കിലും നമുക്കും അതിൽ ഭാഗവാക്കുകളാവാൻ ഒരു മാസക്കാലത്തെ റബീഉൽ അവ്വൽ നബിദിന ക്യാമ്പയിൻ ആഘോഷിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞതുപോലെ നൂറുൻ അലാ നൂർ എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട്, ആ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ ചർച്ചകളും ക്ലാസുകളും അവതരണങ്ങളും നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നേ വരെ കേരളീയ മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ അനുഭൂതിയായിരിക്കും കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രവിക്കാനിരിക്കുന്നത് എന്ന് ആദ്യമേ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ നാം സംഘടിപ്പിക്കാറുണ്ട്. നാം അതിലൊക്കെ കഴിവിന്റെ പരമാവധി പങ്കെടുക്കാറുമുണ്ട്. അതിനൊക്കെ നേതൃത്വം നൽകിയ മഹൽ വ്യക്തിത്വങ്ങളാണ് എന്നെ ശ്രവിക്കുന്നവർ എന്നും എനിക്കറിയാം. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള
ചർച്ചകളാണ് നടക്കുന്നതെങ്കിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിവിന്റെ പരമാവധി പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ കൂടുതൽ ഉപകാരപ്രദമാകുന്ന പഠനാർഹമായ എന്നാൽ ചിന്തോദ്ദീപകമായ ഒരു ക്ലാസുകൾക്കാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വേദിയൊരുക്കുന്നത്, നേതൃത്വം നൽകുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിന്റെ തയ്യാറെടുപ്പുകളിലാണ്, അതിന്റെ പണിപ്പുരകളിലാണ്. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു ഇസ്ലാമിന്റെ ഖാദിം എന്ന നിലക്ക് ആദ്യമേ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്ലാസുകളൊന്നും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഇതിന്റെ സമയം നേരത്തെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ജോലി തിരക്കുണ്ടെങ്കിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി, അവിടത്തോടുള്ള ആദരവിന്റെ ഭാഗമായി ഈ ക്ലാസുകളിൽ സംബന്ധിക്കാനും ഇവിടെ ചിതറി വീഴുന്ന വിജ്ഞാനമുത്തുകൾ പെറുക്കിയെടുക്കാനും നിങ്ങൾ സമയം കണ്ടെത്തേണമേ എന്ന് വിനയത്തോടുകൂടെ അറിയിക്കുകയാണ്. നമുക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തൊരുപാട് നേതാക്കളും ജേതാക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്തിന്റെ അരുതായ്മകൾ തുടച്ചുമാറ്റാൻ വേണ്ടി, ലോകത്ത് അക്രമങ്ങൾക്ക് വിധേയരായിരുന്ന മനുഷ്യരെ, മനുഷ്യമക്കൾക്ക് വിജയം പ്രദാനം ചെയ്യാൻ വേണ്ടി, അടിച്ചമർത്തപ്പെട്ടിരുന്ന വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു നേടിക്കൊടുക്കാൻ വേണ്ടി, അങ്ങനെ വിവിധ മേഖലകളിൽ ഒരുപാട് നേതാക്കളെയും നേതാക്കൾക്കും ലോകം ജന്മം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചു നാം പറയുന്നു, മറ്റുള്ള ലോകം മുഴുവനും പറയുന്നു, ലോകം കണ്ട നേതാക്കളിൽ ഏറ്റവും ഉത്തമനാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാരമ്പര്യമായി നാമൊക്കെ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ചു എന്ന കാരണം കൊണ്ട് നാമൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഇസ്ലാമിനെ കുറിച്ചും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും നല്ലതേ നമുക്ക് പറയാനുണ്ടാവുകയുള്ളൂ. പ്രവാചകനെ കുറിച്ച് നാം ധാരാളം വാനോളം പുകഴ്ത്താറുണ്ട്. പക്ഷേ ആ പ്രവാചകനെ കുറിച്ച് സത്യത്തിൽ നമുക്കെന്താണ് അറിയുക എന്ന് നാമൊക്കെ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതുണ്ട്. എന്താണ് പ്രവാചകനെ കുറിച്ച് നമുക്കറിയുക? നമ്മിൽ നിന്ന് പലരും നേരത്തെ പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിന്റെ ഭാഗമായി മദ്രസയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബൃഹത്തായ ചരിത്രത്തിൽ നിന്ന് അല്പഭാഗം മാത്രം പഠിച്ചവരായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്ന മഹത്തായ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനോ അവിടുത്തെ ആ മഹൽ വ്യക്തിത്വത്തിന്റെ ചെറിയ ഒരു ഭാഗമെങ്കിലും അറിയാനോ എന്തോ കാരണവശാൽ നമുക്കൊന്നും ഭാഗ്യം ലഭിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് നേരത്തെ മഹാനായ തങ്ങളവർകൾ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ച ഒരുപാട് നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരെയൊന്നും പ്രവർത്തനം ചെറുതായി കാണാൻ നാം ആളുകളല്ല. അവരൊക്കെ പരിവർത്തനത്തിന് വേണ്ടി, തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആ അവകാശം ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഒരു പക്ഷേ അവരുടെ പ്രവർത്തന മേഖലയിൽ കുറച്ചൊക്കെ വിജയിച്ചിരിക്കാം എന്നും നാം സമ്മതിക്കാം. എന്നാൽ തൊഴിലാളികളുടെ മോചനത്തിന് വേണ്ടി ശബ്ദിക്കുന്നവർ മറ്റു മേഖലകളിൽ
മറ്റു മേഖലകളിൽ ദുരിതമനുഭവിക്കുന്ന, കഷ്ടപ്പാടനുഭവിക്കുന്ന, പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഒരക്ഷരം മുണ്ടിയിട്ടില്ല എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഇനി സ്ത്രീ വിമോചനത്തിന് വേണ്ടി ശബ്ദിച്ച, ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുദ്ദേശിക്കുന്ന സ്ത്രീ വിമോചനം എന്താണ് എന്നതിലേക്കല്ല ഞാൻ കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ സവിസ്തരമായി നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ പ്രതിപാദിക്കും. ആർക്കൊക്കെ എന്തൊക്കെ സംശയമുണ്ടെങ്കിലും ഇതൊരു പൊതുവേദിയാണ്. ഇതിൽ സംബന്ധിക്കുന്ന, ഇതിൽ പങ്കെടുക്കുന്ന, ഇതിന്റെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ പല തരക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ, അവരുടെ സംശയങ്ങൾക്കൊക്കെ നിവാരണം നടത്താൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മഹാന്മാരായ ഉസ്താദന്മാർ റെഡിയായിരിക്കും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തിലേക്കല്ല ഞാൻ വരുന്നത്. ഏതായാലും ശരി, അങ്ങനെ സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശബ്ദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി അവർ ശബ്ദിക്കുമ്പോഴും പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കാനോ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനോ, അവരനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് പരിഹാരം കാണാനോ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന സത്യവും നാം വിസ്മരിച്ചുകൂടാ. കേൾക്കുന്നുണ്ടല്ലേ? ഹലോ, ഞാൻ ഈസിയായോ? ഇല്ല. ഓക്കെ, ക്ഷമിക്കണേ. ഏതായാലും ശരി, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. വിധങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി ലോകത്തൊരുപാട് പരിവർത്തനങ്ങളും അവർ വരുത്തിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യ മക്കളെ പ്രതിപാദിക്കുന്ന നിഖില പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ മറ്റൊരു നേതാവിനെയും ലോകത്തിന്റെ ഇന്നലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ചിത്രം അരിച്ചു പെറുക്കി നോക്കിയാലും മഞ്ഞക്കണ്ണടയില്ലാതെ കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്, മഹാനായ പ്രവാചകനല്ലാതെ മനുഷ്യ മക്കളുടെ നിഖിലങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വേറൊരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത്. ഏത് പ്രശ്നം നാം എടുത്തു നോക്കിയാലും മഹത്വത്തിന്റെ മാനദണ്ഡമളക്കാൻ ഏതൊരളവുകോൽ ഉപയോഗിച്ചാലും അതിനെല്ലാം പാകമാകുന്ന വിസ്മയമായൊരു വ്യക്തിത്വം രണ്ട് കാലിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രവാചകനല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്ക് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ കഴിയും. നമ്മുടെയൊക്കെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 കൊല്ലമാണ് ഔദ്യോഗിക ജീവിതം നയിച്ചിട്ടുള്ളത്. ഈ ഔദ്യോഗിക ജീവിതത്തിൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് എന്തൊക്കെയാണോ പ്രഖ്യാപിച്ചത്, ഏതെല്ലാം പരിവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ ശബ്ദിച്ചിട്ടുള്ളത്, അതൊക്കെയും അത്തരം തങ്ങളുടെ വാക്കുകൾ അനുസരിക്കുന്ന, തങ്ങൾ പറഞ്ഞത് 100% പിൻപറ്റാൻ തയ്യാറാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ കണ്ട് ആസ്വദിച്ച് അനുഭവിച്ച് സൗഭാഗ്യം സിദ്ധിക്കാനും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ കൺകുളിർക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങള്, മുന്നോട്ട് വെച്ച പരിവർത്തനങ്ങള് നടപ്പിലാക്കുന്ന ഒരു നല്ല തലമുറയെ കൺകുളിർക്കെ കണ്ടുകൊണ്ടാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇങ്ങനെ ലോകത്ത് സാധിച്ചെടുത്ത ഏതൊരു നേതാവിനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തന്നെ എന്റെ പിറകിൽ വരുന്ന മഹാന്മാരായ ഉസ്താദന്മാരുണ്ട്, നല്ല പ്രഭാഷകരുണ്ട്, അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഏതായാലും മഹാനായ നമ്മുടെ തങ്ങളവർകൾ ഉദ്ഘാടനത്തിലൂടെ പറഞ്ഞൊരു വാക്കിന് അടിവരയിടാൻ വേണ്ടി മാത്രമാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. 2-3 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട
തങ്ങൾ അവர்களுടെ ഹ്രസ്വമെങ്കിലും വളരെ അർത്ഥഗർഭമായ സാരസമ്പൂർണമായ ആ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമ്മെ അറിയിച്ചത്, ഒന്നാമത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സമയത്തിൽ നിന്നൊരു കുറച്ചു ഭാഗം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പഠിക്കാൻ നാം ഉപയോഗപ്പെടുത്തുക. മറ്റൊന്ന്, അവിടുത്തെ ജീവിതത്തിൽ പകർത്താൻ നാമൊക്കെ ഒരുപാട് വഴിമാറി സഞ്ചരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വഴിമാറുകയാണ് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ചെറുപ്പക്കാരികളുമൊക്കെ. സത്യത്തിൽ ഇന്നനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും, മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമെന്തു എന്നന്വേഷിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ വളരെ വിനയത്തോടുകൂടെ ഇസ്ലാമിന്റെ ഖാദിമീങ്ങൾക്ക് പറയാനുള്ളത്, അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു പരീക്ഷണം എന്ന പേരിലാണെങ്കിലും കൊള്ളാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിനോട് സമർപ്പിച്ച ഒരുപാട് സംഭാവനകളുണ്ട്. ആ സംഭാവനകളൊന്ന് നടപ്പാക്കാൻ ഒരു പരീക്ഷണാർത്ഥമെങ്കിലും നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ? എങ്കിൽ ലോകത്തിന് ശാന്തിയുണ്ടാകും, ലോകത്ത് സമാധാനമുണ്ടാകും. അധർമ്മങ്ങൾ അരങ്ങ് തകർത്ത് അഴിഞ്ഞാടുമ്പോൾ, അക്രമങ്ങളും അനീതികളും സത്യത്തിന്റെ സകലമാന സീമകളെയും അതിലംഘിച്ച് ആനന്ദ നൃത്തമാകുമ്പോൾ, ഇരുട്ടിന്റെ കൂട്ടാളികൾ ഒളിഞ്ഞും തെളിഞ്ഞും സത്യത്തിന്റെ പരിപാവനമായ മുഖത്ത് അതിനെ വികൃതമാക്കാൻ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മേനി പോലും കാരുണ്യത്തിന്റെ നീരുറവ് പറ്റിയ കരിമ്പൂതങ്ങൾ കവലകളിൽ നട്ടുച്ച നേരത്ത് പിച്ചു ചീന്തുമ്പോൾ, പവിത്രവും പരിശുദ്ധവുമായ മനുഷ്യരക്തം കൊണ്ട് പകലുകൾ ഭേദമന്യേ ചെഞ്ചായ മണിയിക്കുമ്പോൾ, വളരെ വിനയത്തോടുകൂടെ ഇസ്ലാമിന്റെ ഖാദിമീങ്ങൾക്ക് പറയാനുള്ളത്, മടങ്ങി വരിക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന സുന്ദരമായ ആ പാതയിലേക്ക്, ആ സന്ദേശങ്ങളിലേക്ക് തിരിച്ചു വരിക. അവിടെയാണ് സമാധാനം, അവിടെയാണ് ശാന്തിയുണ്ടാകുക, സ്വസ്ഥമായ അന്തരീക്ഷം അപ്പോഴാണ് സംജാതമാകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ക്യാമ്പയിൻ അതിന്റെ പരിപൂർണ വിജയത്തിലാക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണവും സഹായവും ഉണ്ടാവണം എന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.